കൊല്ലം ഇഡ്ഡലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ഒരു റെസിപ്പി കാണാം കേട്ടോ. മാവ് പുളിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പൂവരിശൻ്റെ ഇലയിൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലി കേട്ടോ. ഇത് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയാം. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമായിരുന്നേ. ഈ ഇഡ്ഡലി മാവ് പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആവിയിൽ വേവിക്കുന്നതിന് മുന്നെയാണ് ഞങ്ങൾ ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മാവിലോട്ട് ചേർക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നമ്മൾ ആവി കയറ്റി എടുക്കുന്ന സമയത്ത് ഇഡ്ഡലിക്ക് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ സാധനങ്ങൾക്കൊന്നും കറക്റ്റ് അളവൊന്നും നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം. ഇഞ്ചി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് അത് എടുത്ത് മാറ്റാൻ പറ്റും. കറിവേപ്പില ഒന്ന് കൈവച്ച് മുറിച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാവാട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടിലൊഴിച്ച് വേവിച്ചെടുക്കാം. ഞാൻ പൂവരശൻ്റെ ഇലയൊന്നും എല്ലാവർക്കും എപ്പോഴും കിട്ടത്തില്ല, അപ്പോൾ വാഴയില വെക്കാം, അല്ലെങ്കിൽ വെറുതെ ഇഡ്ഡലി തട്ടിലൊഴിച്ച് ആവി കയറ്റിയെടുക്കാം. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഇഡ്ഡലി ആട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.